വേടനെതിരായ പുലിപ്പല്ല് കേസിൽ വനമന്ത്രി എ കെ ശശീന്ദ്രനും ഉദ്യോഗസ്ഥരും രണ്ടു തട്ടിൽ. കേസ് സ്വാഭാവികമെന്ന മുൻ നിലപാട് വനമന്ത്രി തിരുത്തി. കേസെടുക്കുന്നതിൽ എന്തിനായിരുന്നു ധൃതിയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ചോദിച്ചു. അതേസമയം കേസിൽ പ്രഥമദൃഷ്ട്യാ കുറ്റകൃത്യമില്ലെന്ന് പെരുമ്പാവൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നിരീക്ഷിച്ചു. വിഷയത്തിൽ മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് വനമന്ത്രിയുടെ മലക്കം മറിച്ചിൽ. വേടൻ രാഷ്ട്രീയ ബോധമുള്ള കലാകാരനാണ്. കേസെടുത്ത നടപടി അന്വേഷിക്കാൻ ഹെഡ് ഓഫ് ദി ഫോറസ്റ്റിനെ നിയോഗിച്ചതായും A K ശശീന്ദ്രൻ. വേടൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ്റിന് അതിയായ താല്പര്യമുള്ള ഒരു പൊതുപ്രവർത്തകനാണ്, വലിയ സംഗീത വിദഗ്ധനാണ്, നല്ല രാഷ്ട്രീയ ബോധ്യമുള്ള ആളാണ്. അങ്ങനെയുള്ള ഒരാളുടെ കാര്യത്തിൽ കുറച്ചും കൂടി ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ള നിഗമനം. വേടന്റെ കേസിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ കൂടിയാലോചനയ്ക്ക് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാനാണ് ഉദ്യോഗസ്ഥരുടെ തീരുമാനം. കേസെടുക്കുന്നതിൽ എന്തിനായിരുന്നു ധൃതിയെന്ന CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പ്രതികരിച്ചു. പിന്നെ പുലിൻ്റെ നഖവും മറ്റേ പല്ലും എല്ലാം എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് അദ്ദേഹം തന്നെ പറയുണ്ടായി. എനിക്കൊരാൾ തന്നതാണ്, ഞാനിത് ഉപയോഗിക്കുമ്പോൾ ഇത്രത്തോളം അപകടകരമാണ് എന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ ഇതുപോലെ വലിയ രീതിയിലുള്ള ഒരു കേസും കാര്യവും ഒക്കെ വേണ്ടതുണ്ടോ എന്ന് കോടതി പറയുന്നത് പോലെ തന്നെ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കട്ടെ. പുലിപ്പല്ല് കേസിൽ വേടനെതിരെ നിലവിൽ തെളിവുകൾ അനുസരിച്ച് പ്രഥമദൃഷ്ട്യാ വനം വകുപ്പിന് കുറ്റകൃത്യം തെളിയിക്കാനായില്ല. പുലിപ്പല്ല് യഥാർത്ഥമാണോ എന്ന് കണ്ടെത്തേണ്ടത് ശാസ്ത്രീയ പരിശോധനയിലാണ്. വേടനെതിരെ സമാനമായ മറ്റു കേസുകളുമില്ല. ഇക്കാര്യങ്ങൾ പരിഗണിച്ചാണ് പെരുമ്പാവൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി വേടന് ജാമ്യം അനുവദിച്ചത്. ആദ്യം പുലിപ്പല്ല് കൊണ്ട് പുലിവാല് പിടിച്ചത് വേടനായിരുന്നു. എന്നാൽ കേസിൽ മന്ത്രിയും ഉദ്യോഗസ്ഥരും രണ്ട് തട്ടിലായതോടെ പ്രതിസന്ധിയിലായിരിക്കുന്നത് വനം വകുപ്പാണ്. പിന്നോട്ടു പോവുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല വിമർശനങ്ങൾ ഒഴിവാക്കാൻ. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24.